UDF-നുള്ളിലെ വീതം വെപ്പ് തർക്കത്തിൽ തട്ടി പെൻഷൻ ബോർഡ് പുനഃസംഘടന. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച പെൻഷൻ ബോർഡ് മെയ് ആദ്യവാരം രാജിവെച്ചിരുന്നു. ഇതിനുശേഷം ലഭിച്ച നിരവധി അപേക്ഷകൾ തീരുമാനമെടുക്കാനാകാതെ കെട്ടിക്കിടക്കുകയാണ്. പെൻഷൻ ബോർഡ് പുനഃസംഘടിപ്പിക്കാത്തതിനാൽ മെയ് മുതൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഈ കാലയളവിൽ വിരമിച്ചവരും പെൻഷൻ റോളിൽ എത്തിയിട്ടില്ല. 400-ലധികം പേർക്കാണ് പെൻഷൻ ലഭിക്കാനുള്ളത്. UDF-നുള്ളിലെ വീതം വെപ്പ് തർക്കമാണ് പെൻഷൻ ബോർഡ് ഉൾപ്പെടെയുള്ളവ പുനഃസംഘടിപ്പിക്കാനും തടസ്സമാക്കുന്നത്. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച പെൻഷൻ ബോർഡ് മെയ് ആദ്യവാരം രാജിവെച്ചിരുന്നു. ഇതിനുശേഷം ലഭിച്ച അപേക്ഷകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുകയുമാണ്. പുതിയ പെൻഷൻ ബോർഡ് രൂപീകരിച്ചാൽ മാത്രമേ അപേക്ഷകൾ പരിഗണിച്ച് പെൻഷൻ അനുവദിക്കാൻ കഴിയൂ. വെൽഫെയർ ഫണ്ട് ബോർഡും അനാഥമാണ്. കോർപ്പറേറ്റ് എംപ്ലോയീസ് പെൻഷൻ ബോർഡ്, നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, വെൽഫെയർ ബോർഡ് തുടങ്ങിയ സഹകരണ പരീക്ഷാ ബോർഡ് അടക്കം നിരവധി സ്ഥാപനങ്ങളിലും ചെയർമാനും വൈസ് ചെയർമാനുമില്ല. റിസ്ക് ഫണ്ട് ബോർഡിലും വെൽഫെയർ ഫണ്ട് ബോർഡിലും മാരകരോഗം ബാധിച്ചവരുടെ നിരവധി അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ടിലേക്ക് പുതിയ സഹകരണ സംഘങ്ങളെ ചേർക്കുന്നതും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.